വളരെയധികം സന്തോഷം. ഇതിൽ എനിക്ക് ട്രെയിലർ കണ്ടപ്പോഴാണ് തോന്നിയത് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് അഭിനയിച്ച അതായത് വിനീതിനെ ഞാനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തത്. പിന്നീട് നോക്കുമ്പോൾ വിനീത് ഇതിൻ്റെ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുവാണ്. വളരെയധികം സന്തോഷം. തിയേറ്ററുകൾ വലിയ സമരത്തിലൊന്നുമല്ല, അതുകൊണ്ടിട്ട് 1-ാം തീയതി പടം റിലീസ് ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. അത്രയും നേരം അതിൻ്റെ ഒരു വലിയ മീറ്റിംഗ് പോയിക്കൊണ്ടിട്ടേ ഇരിക്കുമായിരുന്നു, ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ടിട്ട് സിനിമ നന്നായിട്ട് പൊയ്ക്കൊണ്ടിട്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അതുകൊണ്ട് 2024 4 പടങ്ങൾ വലിയ ഹിറ്റായിട്ട് എല്ലാ തിയേറ്ററിലും ഓടിക്കൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു സമരങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഞങ്ങളിങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്തുകൊണ്ടിട്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ മുന്നിലും പിന്നിലും പ്രവർത്തിച്ച ക്രൂ മെമ്പേഴ്സിനും പ്രൊഡ്യൂസർക്കും ഡയറക്ടർക്കും സാറിനും എല്ലാം ഒരു വലിയ ആശംസ നേരുകയാണ്. താങ്ക് യു. ഈ സിനിമയുടെ ഡയറക്ടറാണ് സാറ്. ശ്രീജിത്ത് IPS ADGP ഈ പടത്തിൻ്റെ സിംഗറാണ്. ഇപ്പം നിങ്ങൾ കേട്ട മനോഹരമായിട്ടുള്ളൊരു സോങ് പാടിയിരിക്കുന്ന സാറാണ്. ഇത് MA റഹീം മാർബൺ കമ്പനിയുടെ സാറാണിത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, മാർബൺ സ്റ്റുഡിയോയുടെ ബാനറിൽ. അദ്ദേഹം തന്നെ അതിനകത്തൊരു മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പത്മരാജൻ എന്ന് പറയുന്നൊരു മനോഹരമായിട്ടുള്ളൊരു കഥാപാത്രം. അദ്ദേഹം ഒരു പുതുമുഖമാണ്. ഒത്തിരി സിനിമാ മോഹങ്ങളൊക്കെ ആയിട്ട് വന്നതിന് ശേഷം ബിസിനസ്സിലേക്ക് പോയതിന് ശേഷമാണ് സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. എൻ്റെ ഈ വശത്തിരിക്കുന്നത് സിബു സുകുമാൻ. ഒത്തിരി സിനിമകൾക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് പടങ്ങൾ ചെയ്തിട്ടുണ്ട്. സിബു ആണ് ഇതിൻ്റെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ അഞ്ജലി അമീർ. അഞ്ജലിയെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ട്. ഒത്തിരി സിനിമകൾ ചെയ്താണ്. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു പ്രത്യേകത കൂടിയുണ്ട്. അഞ്ജലി ആദ്യമായിട്ട് ഒരു മുഖ്യ കഥാപാത്രം ചെയ്യുന്ന ഒരു ചിത്രമാണിത്. അത് പ്രേക്ഷകരെങ്ങനെ സ്വീകരിക്കും എന്നുള്ള മാർച്ച് 1-ന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. പിന്നെ പ്രീതി ക്രിസ്റ്റീന പോൾ. പ്രീതി ഫസ്റ്റ് ടൈമാണ് മലയാളത്തിൽ. 4ഓളം തമിഴ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അതിൽ ശ്രീതിയുടെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട സിനിമ എന്ന് പറയുന്നത് സമുദ്രകനിയുടെ അപ്പ എന്ന് പറയുന്ന സിനിമയിൽ മെയിൻ ക്യാരക്ടറായിരുന്നു. സമുദ്രകനിയുടെ വൈഫായിട്ട് അഭിനയിച്ചാണ്. ശ്രീതിയുടെ ഫസ്റ്റ് മലയാള പടമാണ് ദ സ്പോയിൽസ്. പിന്നെ വിനീത് മോഹൻ. വിനീത് ആദ്യമായിട്ട് ചെയ്യുന്നതാണ്. ഇതിനു മുമ്പ് ഒരു തമിഴ് ചിത്രം ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് മലയാളത്തിൽ ഒരു മെയിൻ കഥാപാത്രം ചെയ്യുന്നു ഈ ചിത്രത്തിൽ. പ്രിനു അതേ കണക്കൊരു പുതുമുഖമാണ്. ഇതിനകത്ത് പ്രിനു ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു വ്യത്യസ്തം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സിനിമ നിങ്ങൾ സിനിമ കാണുമ്പോൾ മനസ്സിലാകും. 5 മിനിറ്റുള്ള ഒരു സിംഗിൾ ടേക്കാണ്. ഒരു ഷോട്ടിലാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഒരു 5 മിനിറ്റുള്ള ഒരൊറ്റ ഷോട്ടിൽ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക, അല്ലെങ്കിൽ പ്രേക്ഷകർ പറയട്ടെ. അതിൽ ആ ഒരു സീനിൽ ചെയ്തിരിക്കുന്നത് പ്രിനുവാണ്. പിന്നെ റിജുറാമോ ഒത്തിരി സിനിമകൾ ചെയ്തിട്ടുണ്ട്. സീരിയലിലുമൊക്കെ ഒരുപാട് പരിചയമുണ്ട്. അങ്ങനെ അത് കൂടാതെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് പേര്, അഖിൽ കവുലൂര്, അങ്ങനെ ഒത്തിരി പേര് സിനിമയിൽ പരിചിതവും മീഡിയയിലും ഒക്കെ പരിചിതമുള്ള സുഹൃത്തുക്കൾ. അതുകൂടാതെ ഒരുപാട് പുതുമുഖങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അവരെയൊക്കെ ഒരു പ്രോത്സാഹനം കാര്യങ്ങളും മാർച്ച് 1-ന് ചിത്രം തിയേറ്ററിലേക്ക് വരികയാണ്. നമ്മൾ ഇപ്പോൾ ഒരുപാട് എന്താ പറയുക, തിയേറ്ററിൽ മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും മാർച്ച് 1-ൽ തന്നെ നമുക്ക് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇന്നിപ്പോൾ പ്രസ് മീറ്റ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും മാക്സിമം സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവണം. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചിത്രത്തിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ അതിന് മുന്നോടിയായിട്ട് സാറ് 2 വാക്ക് സംസാരിക്കും. സൺഡേയിൽ ഫോൺ കൊടുക്കും.
മൈക്ക് കൊടുക്കുകയാണ്. സുഹൃത്തുക്കളെ, എൻ്റെ ആദ്യത്തെ സിനിമ പാട്ട്, ഇതൊരു വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ളൊരു സിനിമയാണ്. അതിനകത്ത് അതിനെ പറ്റുന്ന ശബ്ദമാണ് എൻ്റെ തോന്നിയിട്ടാണ് എന്നെ കൊണ്ട് പാടിച്ചതെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് നല്ല അനുഭവമായിട്ടാണ് ഞാൻ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എല്ലാവരും ജനസമക്ഷത്തുനിന്നും ജനങ്ങളെ സ്വീകരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ഇതിൽ പ്രത്യേകിച്ച് ഇതുവരെ കൈകാര്യം ചെയ്യാത്തൊരു പ്രത്യേക രീതിയിലുള്ള പ്രമേയം, അതായത് ജെറിയാട്രിക് കെയർ, ഒരുപാട് പേര് അനാഥരാക്കപ്പെടുന്ന വയോധികരെ ഒന്നിച്ച് നോക്കുന്ന ഒരു സർക്കാർ സ്ഥാപനം, ആ സ്ഥാപനത്തെ അധികരിച്ചാണ് ഈ കഥ ചുരുളിൽ വരുന്നത്. അപ്പോൾ അത് എന്തുകൊണ്ടും ഒരുപാട് ആൾക്കാരുടെ മനസ്സിനെ സ്പർശിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. ഒരു ത്രില്ലർ എന്നൊന്നും പറയാനില്ലെങ്കിലും ഒരുപാട് ഹൃദയസ്പൃക്കായിട്ടുള്ള നിമിഷങ്ങൾ ഉള്ള ഒരു നല്ല സിനിമ എല്ലാവരുടെയും മുമ്പിൽ സമർപ്പിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ ഒരു ഭാഗമാക്കാൻ കഴിഞ്ഞാൽ എൻ്റെ സന്തോഷം ഞാൻ അറിയിച്ചു. സാറ് സിനിമ കണ്ടു, ശ്രീധർ സാറ് സിനിമ കണ്ടിരുന്നു. അപ്പം അതിൻ്റെ ഒരു അഭിപ്രായം എന്നുള്ള രീതിയിൽ 1995 ട്രിവാൻഡ്രത്ത് ജനറൽ ഹോസ്പിറ്റലിലെ ഒരു ന്യൂസ് നിങ്ങളെ മാധ്യമ സുഹൃത്തുക്കൾ തന്നെയാണ് അത് പുറത്തുവിട്ടത്. ആ പുറത്തുവിട്ടതിൻ്റെ ബേസ് ചെയ്തിട്ട് അതിൽ നിന്നിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് ഞാൻ വർക്ക് ചെയ്തത്. എന്നോടൊപ്പം ഒരു കോഡ് റൈറ്റർ കൂടിയുണ്ട്, അനന്തു ശിവൻ. അപ്പോൾ അതിൽ നിന്നിട്ടാണ് ആ ഒരു സബ്ജക്റ്റ് പ്ലാൻ ചെയ്തത്. അത് ഒത്തിരി ഇഷ്യൂസ് ആയൊരു സംഭവമാണ്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രായമായ ആൾക്കാരെ ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ട് ബന്ധുക്കളായാലും അല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരും ആയിക്കട്ടെ, അച്ഛനെയും അമ്മമാരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവർക്ക് നോക്കാൻ പറ്റാതെ അങ്ങനെ അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഏകദേശം 100 കണക്കിന് ആൾക്കാരോളം ആ ഹോസ്പിറ്റലിൽ കണ്ടെത്തുകയും അത് പിന്നെ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലാണെങ്കിലും മറ്റുള്ള മെഡിക്കൽ കോളേജിലാണെങ്കിലും അത് ന്യൂസ് ആയതിനു ശേഷം ഗവൺമെൻറ് ഇടപെടുകയും അതിൻ്റെ ബേസ് ചെയ്തിട്ട് അവരൊത്തിരിത്തോളം ആൾക്കാരെ കണ്ടെത്തുകയും അവർക്ക് വേണ്ട പരിചരണം കൊടുക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് മുൻകൈ എടുക്കുകയും പല സംഘടനകൾ അവരെ ഏറ്റെടുക്കുകയും അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ട്രിവാൻഡ്രത്ത് ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നവർക്ക് അറിയാം, എത്ര പേർക്കുണ്ടോ അറിയുമെന്ന് എനിക്കറിയില്ല. അവിടെ ഇങ്ങനെയുള്ള ആൾക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി വാർഡ് 9 എന്ന് പറയുന്ന ഒരു ബ്ലോക്കുണ്ട്. ഇന്നും അത് പ്രവർത്തിച്ചു വരുന്നുണ്ട്. അത് ഗവൺമെൻറ്റിൻ്റെയും മറ്റ് സംഘടനകളുടെയും ഏജൻസികളുടെയൊക്കെ സപ്പോർട്ടോടു കൂടിയാണ് പോകുന്നത്. ഇന്നും ഏകദേശം ഒരുപാട് പ്രായമായ അച്ഛനും അമ്മമാരും ഒക്കെ അവിടെ ഇന്നും ജീവിക്കുന്നുണ്ട്. അത് തന്നെ ലോകത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ലോകത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു ആൾക്കാരെ സഹായിക്കാനുള്ളൊരു സംരംഭം ലോകത്ത് തന്നെ ആദ്യമാണ്. അത് ജനറൽ ഹോസ്പിറ്റലാണ് ട്രിവാൻഡ്രത്ത്. അതിനെക്കുറിച്ചിട്ടാണ് ഈ സിനിമയുടെ മെയിൻ ഒരു പ്രമേയം, കണ്ടന്റ്. ബാക്കിയൊക്കെ നിങ്ങൾ പ്രേക്ഷകരായാലും എല്ലാവരും സിനിമ കണ്ടതിന് ശേഷം അഭിപ്രായം പറയുക. പിന്നെ ഇതിൽ മെയിൻ മുഖ്യമായിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തിരിക്കുന്ന അഞ്ജലി അമീർ 2 വാക്ക് സംസാരിക്കാനായിട്ട്. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ നമസ്കാരം. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആഫിയ എന്നാണ്. ആഫിയ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ഇതിൽ ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്നിൽ എത്തിച്ചേർന്ന ഒരു ക്യാരക്ടറാണിത്. സോ എന്തായാലും കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ ഇപ്പോൾ കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്തെങ്കിലും ആൻസർ ചെയ്യാം. എനിവേ, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എൻ്റെ നന്ദി. എല്ലാവർക്കും നമസ്കാരം. സാറ് പറഞ്ഞ പോലെ ഇതൊരു ചെറിയ പടമാണ്, പക്ഷേ ഒരു നല്ല സോഷ്യൽ കോസുള്ള മൂവിയാണ്. അപ്പോൾ ഞങ്ങൾ March 1 വേണ്ടി വെയിറ്റിംഗ് ആണ്, എസ്പെഷ്യലി വിത്ത് തിയേറ്റർ പ്രോബ്ലംസ് ആൻഡ് ഓൾ. ഐ ഹോപ്പ് ഞങ്ങൾ പടം ഇറങ്ങും ആൻഡ് അത്യാവശ്യം എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.
സിബു സുകുമാരൻ, മ്യൂസിക് ഡയറക്ടർ. നമസ്കാരം. വർക്കൊക്കെ ചെയ്തു വന്നപ്പോൾ നല്ല രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വാസം. പിന്നെ വർക്ക് ചെയ്യാനും ഈസി ആയിരുന്നു. കാരണം നമുക്ക് അതിലെ എല്ലാവരുടെയും പെർഫോമൻസ് വൈസും അതിൻ്റെ എഡിറ്റിംഗ് വൈസൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു മൂഡ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ സാറ് വിഷ്വൽ തന്നപ്പോൾ തന്നെ ഒരു സോങ് പ്ലാൻ ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കായിരുന്നു അതിൻ്റെ ഞാൻ സത്യം പറഞ്ഞാൽ അതിൻ്റെ പാട്ട് ശ്രീ സാറും ആണ് പാടുന്നതെന്നുള്ളൊരു ഒരു പ്ലാനിങ്ങിൽ വന്ന സമയത്ത് തന്നെ ആദ്യം ഞാൻ കമ്പോസ് ചെയ്ത് തുടങ്ങിയ തന്നെ ഇതിൻ്റെ അനുബന്ധം വെച്ചിട്ടായിരുന്നു. കാരണം എനിക്ക് സാധാരണ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യുന്നതൊക്കെ ട്യൂൺ കൊടുത്തിട്ടൊക്കെ ട്യൂൺ കൊടുത്തതിൻ്റെ ശേഷം ലിറിക്സ് എഴുതി വരാറാണ്. ഇത് സുനിൽ സാറ് തന്ന ലിറിക്സ് ഭയങ്കര കറക്റ്റ് ചിട്ടപ്പെടുത്തിയൊരു സ്റ്റൈലിലായിരുന്നു. അപ്പോൾ ട്യൂൺ ചെയ്യാൻ ഈസി ആയിരുന്നു നമുക്ക്. അപ്പോൾ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. ചെറുതായിട്ട് വരികളൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കി പിന്നെ അറിയാതെ അങ്ങനെ പാടിപ്പോയപ്പോഴാണ് അനുപല്ലവി തുടങ്ങി കുതിർന്ന് കണ്ടിട്ട് ഞാൻ ആക്ച്വലി എന്താ പറയുന്ന ഒരു ബാത്റൂം സിംഗർ പോലെ എല്ലാവരും ഇട്ട് വെറുപ്പിക്കും വീട്ടിലെ. അപ്പോൾ വെറുതെ ഇങ്ങനെ പാടി പോയപ്പോൾ ഒരു ട്യൂൺ കിട്ടി. പിന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് യാദൃശ്ചികമായിട്ട് എന്താ പറയുക ഒരു പടച്ചന്മാരൊക്കെ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയില്ലേ. അപ്പോൾ ആ രീതിയിൽ അതിനെ ബേസ് ചെയ്തിട്ട് എനിക്ക് സ്കോറെല്ലാം കുറേ ചിട്ടപ്പെടുത്താൻ പറ്റി. അത് കണക്ക് തന്നെ പാട്ടുകളും അതുപോലെയൊക്കെ വന്നതെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ജഗദീഷ് പറയില്ലേ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിലാണ്. എന്തായാലും ഞങ്ങൾ എല്ലാവരും നല്ല ടീം വർക്കായിരുന്നു. എഡിറ്റർ ബിജിലേഷ് ഭായ് ആണെങ്കിലും മഞ്ജിത് സാറാണെങ്കിലും മഞ്ജിത് സാറിൻ്റെ ഉള്ളിലൊരു മ്യൂസീഷ്യൻ ആക്ച്വലി ഉണ്ട്. പുള്ളി ഓരോരോ വരികൾ ഞാൻ ഇങ്ങനെ ട്യൂണ് കിട്ടുമ്പോഴും ഞാനിങ്ങനെ പുള്ളീനോട് പറയുമ്പോൾ നീ അത് ഒറ്റ കാര്യം പറയാറുള്ളൂ, നീ അത് തകർത്തോന്ന് പറയും. അപ്പോൾ നമുക്ക് കിട്ടുന്ന തരുന്ന ഒരു കോൺഫിഡൻസ് ലെവല് ചെറുതല്ല. പിന്നെ ശ്രീ സാറാണെങ്കിലും വളരെ ഞാൻ അന്ന് പറഞ്ഞിരുന്നു പ്രാവശ്യം സത്യം പറഞ്ഞാൽ ശ്രീ സാറിനെ കൊണ്ട് ആദ്യം പാടിക്കുമ്പോൾ ഒരു പേടിയില്ലായിരുന്നു. സാറത് പാടി സാറെ ശരിയായില്ല കേട്ടോ പറയാൻ വൈകുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് നല്ല ഔട്ട്പുട്ടായിരുന്നു കേട്ടോ കിട്ടിയത്. അവിടെ പാടി തുടങ്ങിയപ്പോൾ ആള് ചില്ലറക്കാരനല്ലാതെ മനസ്സിലായി. എന്തായാലും അടിപൊളിയായിരുന്നു സാറ്. അത് കൃത്യമായി കൈകാര്യം ചെയ്തു. പിന്നെ ഞാനൊരു മുതലെടുപ്പും കൂടെ നടത്തി. പുള്ളീനെ കൊണ്ട് കുറേ വോക്കൽ കുറച്ച് ഹമ്മിങ്ങൊക്കെ എടുത്തിച്ചിരുന്നു. അതെല്ലാം ഞങ്ങൾ കൂട്ടിയിണക്കി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സ്കോറെല്ലാം സാറും ഞാനും കൂടെ ഇരുന്ന് ആണ് വെറുപ്പിച്ചിട്ടുള്ളത് വിശ്വസിക്കുന്നത്. എന്തായാലും എല്ലാവരുടെയും പ്രാർത്ഥന വേണം, സപ്പോർട്ട് വേണം, എല്ലാവിധ അനുഗ്രഹങ്ങളും വേണം. താങ്ക് യു. വളരെ ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് അഭിനയമോഹം ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ നാടകത്തിൽ അഭിനയിച്ചോ അല്ലെങ്കിൽ അഭിനയ ക്ലാസ്സുകളിൽ പോയിട്ടോ അങ്ങനെയുള്ളൊരു അനുഭവം എനിക്കില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ മഞ്ജിത്ത് അൺഎക്സ്പെക്റ്റഡായിട്ട് കണ്ടപ്പോഴാണ് ഈ സിനിമയുടെ ഒരു പ്രമേയം പറയുന്നത്. അതിനുശേഷം സാറ് തന്നെ ഇത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് ഒരു അതിശയമായിട്ട് തോന്നി. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് നിൽക്കുമോ ഇങ്ങനൊരു കഥാപാത്രം എന്നും എനിക്ക് വളരെ ഉള്ളിലൊരു വലിയൊരു വേവലാതി പോലെ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഞാൻ എപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തോട് പറയുന്നത് പോലെ തന്നെ എൻ്റെ ആഗ്രഹം സഫലീകരിക്കണം, എല്ലാ അർത്ഥത്തിലും ഈ കഥാപാത്രത്തെ എന്നിലേക്ക് ആവാഹിക്കുവാനുള്ള ശക്തി എനിക്ക് തരണം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടോ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും പത്മരാജനായിട്ട് മാറുകയായിരുന്നു. ഇതിൻ്റെ വർക്കിൽ പങ്കെടുത്ത എല്ലാവർക്കും അറിയാം, ഈ 2 ഷെഡ്യൂളായിട്ടാണ് ഇത് കഴിഞ്ഞെങ്കിലും ഇതിൻ്റെ ഷൂട്ട് കഴിയും വരെ ആ പത്മരാജൻ എന്നുള്ള കഥാപാത്രം വിട്ട് ഞാൻ പോയിട്ടേ ഇല്ല. അത് ഞാൻ വലിയൊരു അനുഗ്രഹമായിട്ട് കാണുന്നു. പിന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ കേട്ട് കാണും ഈ ചിത്രത്തിലെ ഈ ഗാനം
അത് എന്തുകൊണ്ടും എന്തോ ദൈവനിശ്ചയം പോലെ ഈ സിനിമയുടെ ആത്മാവായിട്ട് മാറി ആ ഗാനം. അതൊരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതിന് ഒരുപാട് നന്ദി എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷ ഞാൻ സാറിനോട് പറയുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ രചന നിർവഹിച്ച സുനിൽ ചെറുകടവ് എന്ന് പറയുന്ന അദ്ദേഹം അസിസ്റ്റൻ്റ് കമ്മീഷണറാണിപ്പോൾ. അദ്ദേഹത്തിനും ഞാൻ നന്ദി അറിയിക്കുന്നു. ഒപ്പം അതിനനുസരണമായിട്ടുള്ള മ്യൂസിക്കിലൂടെ വളരെ സമർത്ഥമായിട്ട് അതിലെ സമന്വയിപ്പിച്ചെടുത്ത നമ്മുടെ സിബുവിനും നന്ദി അറിയിക്കുന്നു, മറ്റ് എല്ലാ ക്രൂവിനും. അതുപോലെ തന്നെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയോട് നന്ദി അറിയിക്കുന്നു. ഞങ്ങളുടെ ഈ കുഞ്ഞു പടം നിങ്ങൾ വിജയിപ്പിക്കണം പ്ലീസ്. നന്ദി, നമസ്കാരം. ഇതൊരു പുതുമുഖമാണ്. ഇത് എൻ്റെ റിലീസാവുന്ന ആദ്യത്തെ സിനിമയാണ്. പക്ഷേ ഇതെൻ്റെ സിനിമയിലെ 19ാമത്തെ വർഷമാണെന്നുള്ളതാണ് ഒരു സത്യം. 19 വർഷങ്ങൾക്ക് മുന്നേ 2005 ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കരിയർ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം അഭിനയം എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് മനസ്സിലാക്കി തിരിച്ച് ടെക്നിക്കൽ സൈഡിലേക്ക് വന്നു. ഡയറക്ഷൻ, സ്ക്രിപ്റ്റ്, എഡിറ്റിങ്, ഗ്രാഫിക്സ്, VFXൽ ഫയർഫ്ലൈയിൽ ബാഹുബലി വർക്ക് ചെയ്തു. അങ്ങനെയെല്ലാം തിരിച്ച് കറങ്ങി 18 വർഷങ്ങൾക്ക് ശേഷമാണ് തിരിച്ച് അഭിനയത്തിലേക്ക് വന്നിട്ടുള്ളത്. സോ ഇതൊരു 18 വർഷത്തിന് ശേഷം ഇതൊരു പുതിയ തുടക്കമായിട്ട് കാണുന്നു. എല്ലാവരുടെയും സപ്പോർട്ടോടുകൂടി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സോ കൂടുതലൊക്കെ ബാക്കി പിന്നീട് ഇതിലേക്ക് പറയാം. താങ്ക് യു. ഈ അവസരം തന്ന മഞ്ജിത് ഭായിക്കും റഹീം സാറിനും എല്ലാവർക്കും എൻ്റെ വളരെ നന്ദി ആദ്യമേ എന്ന് പറയുന്നു. ഞാനും ഒരു പുതുമുഖമാണ്. ഈ അവസരം തന്ന മഞ്ജിത് സാറിനും റഹീം സാറിനുമൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ്. ശ്രീ സാറിനെ പോലെ ഞാനും മലയാള സിനിമയിൽ ആദ്യമായിട്ട് ഈ ഒരു കൊച്ചു സിനിമയുടെ ലൂടെ വരാൻ ഭാഗ്യം കിട്ടിയതിൽ സന്തോഷിക്കുന്നു. മാർച്ച് 1 റിലീസ് ആവുന്ന ഈ സിനിമ നിങ്ങളിലൂടെയാണ് കേരള ജനത കാണുന്നത്. നിങ്ങളുടെ അഭിപ്രായം അത് കണ്ടിട്ട് നിങ്ങൾ തരുന്ന റിവ്യൂ ആണ് സിനിമയുടെ ബാക്കി ഉള്ള ദിവസത്തെ മൈലേജ്. അപ്പം നിങ്ങളത് ഞങ്ങൾ ചെയ്ത ഈ കൊച്ചു സിനിമ എത്രത്തോളം ഞങ്ങളെ കൊണ്ട് പറ്റുന്നു അത്രയും നല്ല രീതിയിലാണ് ചെയ്തത്. അപ്പം നിങ്ങളത് അംഗീകരിച്ച് അതിൻ്റെ അഭിപ്രായം പറയണം. താങ്ക് യു. നമസ്കാരം. ഇതൊരു കുഞ്ഞു സിനിമയാണ്. എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാവണം. കാരണം ഒരുപാട് നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങി വിജയിച്ച് വന്നിരിക്കുന്ന ഈ കാലത്ത് ഇങ്ങനെയുള്ള സിനിമയെ വിജയിപ്പിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ പുതുമുഖമല്ല. എൻ്റെ കുട്ടിക്കാലം മുതലേ നാടകം ആയിരുന്നു. നാടകയോഗത്തിൽ വർക്ക് ചെയ്തതിന് ശേഷം ഒരു പ്രവാസിയായി. പ്രവാസ ജീവിതത്തിലും എൻ്റെ കലാപരിപാടി തുടർന്നു. മസ്കറ്റ് ആർട്സ് എന്ന് പറയുന്ന ഒരു സംഘം ഉണ്ടായി. 2014 സംഗീത നാടക അക്കാദമിയുടെ അവാർഡൊക്കെ വാങ്ങി. അവിടെ നിന്ന് ഒരു സിനിമ ചെയ്യുകയുണ്ടായി. ദ ഫസ്റ്റ് ഇൻഡോ ഹൊറർ ഫിലിം സയാന എന്ന് പറയുന്ന, അതിൽ ഇന്ത്യൻ നായകൻ ഞാനായിരുന്നു. അപ്പം ലാസ്റ്റിൽ ചക്കപ്പഴത്തിൽ ലല്ലോളിയത്തിൻ്റെ വേഷം ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. ഇതിനകത്ത് ഒരു നല്ല വേഷമാണ് ചെയ്തിരിക്കുന്നത്. കണ്ട അഭിപ്രായം പറയണം. എന്തായാലും നിങ്ങൾ മാത്രമേ ഉള്ളൂ ഈ സിനിമയെ വിജയിപ്പിക്കാൻ. നിങ്ങളുടെ അനുഗ്രഹവും ആശീർവാദവും അഭിപ്രായങ്ങളും ഞങ്ങൾക്കുണ്ടാവണം. നന്ദി. നിങ്ങളുടെ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും പറഞ്ഞു ഒരു കുഞ്ഞു സിനിമയാണ്. ഞാൻ പറയുന്നത് ഒരു വലിയ സിനിമ തന്നെയാണ്. കാരണം കുഞ്ഞു സിനിമ, വലിയ സിനിമ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല. ഉണ്ടോ? ഇല്ല. ഇതൊരു വലിയ സിനിമ തന്നെയാണ്. 100% ഇത് ഒരു കോൺഫിഡൻസ് ഉണ്ട്. സിനിമ കണ്ടവരെല്ലാം നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. കുറച്ച് പുതുമുഖങ്ങളെ അല്ലെങ്കിൽ ഒത്തിരി നല്ല കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് എന്നാൽ സംഭാവന ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത്. മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. പാട്ട് എങ്ങനെയാണ് സാർ പാടാൻ തീരുമാനിക്കുന്നത്? ആ ഒരു എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? എൻ്റെ ഒരു DYSP ആണ് ഇത് വരി എഴുതിയത്.
എൻ്റെ DYSP എന്നുള്ള ഉപരി എൻ്റെ SI ആയിരുന്നു. ഞാൻ അദ്ദേഹം സർവീസിൽ കയറുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ SP ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ പാട്ട് പാടാൻ തീരുമാനിക്കുന്നത്. അതിനു മുമ്പ് സത്യം പറഞ്ഞാൽ എനിക്ക് ഞാനൊരു പിന്നണി ഗായകനാവാനുള്ള കഴിവ് എനിക്കുണ്ടോയെന്നൊന്നും എനിക്ക് യാതൊരു ധാരണയുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് അതിന് മുമ്പ് എനിക്ക് 1-2-3 അവസരങ്ങൾ വന്നിരുന്നു സിനിമയിൽ പാടാൻ. അപ്പോൾ അതൊക്കെ ഒരു പോലീസ് ഓഫീസറെ പാടിക്കുന്നതിൻ്റെ ഒരു കൗതുകം കൊണ്ട് വരികയാണെന്ന് കരുതിയിട്ട് ഞാനത് ഏറ്റെടുത്തിരുന്നില്ല. പോലീസുകാർ എന്നും പോലീസുകാരുടെ ദൗർബല്യമാണ്. ഈ പോലീസുകാരൻ എഴുതിയ വരികൾക്ക് ശബ്ദം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് ഞാൻ ഏറ്റു. വരികൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈണം ശിബു പാടി കേട്ടു, ഡയറക്ടർ പാടി കേട്ടപ്പോൾ എനിക്ക് ഞാൻ പാടണമെന്നുള്ള ആഗ്രഹമായി. പിന്നെ ഇത് പാടി ഒപ്പിക്കാൻ പറ്റുമെന്നുള്ള വെപ്രാളമായിരുന്നു. അത് റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ ആ വെപ്രാളം മുഴുവൻ അയാളുടെ മുഖത്തുണ്ട്, ഈ മ്യൂസിക് ഡയറക്ടർ. പിന്നെ നേരത്തെ അദ്ദേഹം വളരെ മിതമായിട്ട് പറഞ്ഞെങ്കിലും 2 കടാകടിയും പോലീസ് ഉദ്യോഗസ്ഥർ വന്നിട്ട് പറയുകയാണ് DGP പാടും. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചോയ്സ് ഇല്ല. പകൽ വന്നിരുന്ന് ഉച്ചയ്ക്ക് പാടാൻ നേരത്ത് എവിടേക്കോ ഓടിത്തിരിഞ്ഞ് വന്ന് ശബ്ദമൊന്നും പൊങ്ങുന്നൊന്നുമില്ല. ഞാൻ ആളുടെ മുഖം കണ്ടു. ഞാൻ ഏതോ 2 ഭീകരരൂപികളുടെ മുമ്പിൽ പെട്ടുപോയ ഒരു പാവത്താൻ്റെ ഒരു മാൻപേടയുടെ മുഖമായിരുന്നു. അപ്പോൾ അയാൾ ഞാൻ പറഞ്ഞു കുറച്ച് പാടിയാൽ ശരിയാവും, തൊണ്ട ചൂടായാൽ മതി. അപ്പം വളരെ റിസൈൻഡ് ആയിട്ടുള്ളൊരു മുഖമാണ് കണ്ടത്. അതിൽ നിന്ന് ഒരു പാടിക്കഴിഞ്ഞപ്പോൾ ഒരു 5-6 ടേക്ക് കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് നാടൻ ഭാഷയിൽ, ഇപ്പം ഈ നാടൻ മനുഷ്യൻ തന്നെയാണ് ശിവു, അയാളോടെന്ന് പറഞ്ഞ് ഹമ്മിങ് പാടാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഹമ്മിങ് എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് അതുപോലെ പാടാമെന്നാണ്. വേണ്ട സാറേ ഞങ്ങൾ ചാരുകേശി പാടിയാൽ മതി എന്നാണ് ഞാൻ എടുത്തത്. അപ്പം ചാരുകേശി പാടാൻ മാത്രമുള്ള വിവരമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മുമ്പിലിരിക്കുന്നതെന്നുള്ള ബോധ്യം, പോലീസ് ഉദ്യോഗസ്ഥനല്ല ഗായകനാണ് മുമ്പിലിരിക്കുന്നുള്ള ബോധ്യം ഈ സംഗീത സംവിധായകനുണ്ടായെന്ന് തോന്നിയതാണ് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ എൻ്റെ ഏറ്റവും വലിയ അംഗീകാരം. അന്ന് എനിക്ക് തോന്നി എൻ്റെ ഗായകനെയാണ് അവർ കണ്ടത്. പക്ഷേ എന്തുകൊണ്ടാണെന്നറിയില്ല, ഇത് ഒരു മിഡാസ് ടച്ചാണ് തോന്നുന്നത് ഇദ്ദേഹത്തിൻ്റെ ശിബുവിൻ്റെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തൊക്കെയോ സംഗീത രംഗത്ത് ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തിരുവയ്യാർ ത്യാഗരാജോത്സവത്തിന് പോയിട്ട് കച്ചേരി നടത്തിയിട്ടൊക്കെ വന്നു. ജീവിതത്തിൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എന്തോ ഒരു അനുഗ്രഹമുള്ള കലാകാരന്മാരാണ് ഇവരെല്ലാവരും എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇവർ സിനിമാക്കാരല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. വെറും സിനിമാക്കാരൊക്കെ മോശമാണെന്നല്ല, സിനിമാക്കാരൊക്കെ നമ്മുടെ മനസ്സിൽ, പ്രത്യേകിച്ച് പോലീസ് ഉദ്യോഗസ്ഥരുടെ മനസ്സിൽ ഒരുപാട് എന്താ പറയുക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവരാണെന്നാണ് ഞാൻ കരുതി പോന്നിരുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തരായിട്ടാണ് ഞാൻ ഇവരെയൊക്കെ കണ്ടത്. എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സാധാരണ മനുഷ്യൻ്റെ സന്തോഷവും സങ്കടങ്ങളുമുള്ള ജാടകളൊന്നുമില്ലാത്ത, അപ്പോൾ അങ്ങനെയുള്ള ഒരു ടീമിനോട് വർക്ക് ചെയ്യാൻ പറ്റി. പാട്ട് കേട്ടപ്പോൾ എനിക്കും കൊള്ളാമെന്ന് തോന്നി, നിങ്ങൾക്ക് തോന്നി, എനിക്കും തോന്നി. അപ്പോൾ ഇനി എന്നെ കൊണ്ടുള്ള ഉപദ്രവം തുടർന്നും ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. തോന്നുന്നിടത്തൊക്കെ ഞാൻ പോയി പാടും. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയ്ക്ക് പാടാനിടയായത്. വേറെ പടം ഞാൻ കണ്ടു, ഭയങ്കര ഗൃഹാതുരത്വം വളർത്തുന്ന ഫീല് തരുന്നൊരു പടമാണ്. ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട എയ്ഡ് എങ്ങനെയാണ് പോണത്. അവരുടെ പലപ്പോഴും ഞാൻ പല ട്രാൻസ്ജെൻഡേഴ്സിനോട് സംസാരിച്ചിട്ടുള്ളപ്പോൾ പറഞ്ഞിട്ടുണ്ട്, എന്നോട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്യൂബർട്ടി, പ്രായം പൂർത്തിയാകുന്ന സന്ദർഭം എന്ന് പറഞ്ഞാൽ ആഘോഷവേളകളാണ്. ഒരു ട്രാൻസ്ജെൻഡറെ സംബന്ധിച്ചിടത്തോളം അതൊരു ട്രോമയുടെ തുടക്കമാണ്. ഏതെങ്കിലും ഒരു ലിംഗനിബദ്ധമായി തന്നെ ജീവിക്കണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ എന്താ പറയുക ഒരു തിരിശേഷിപ്പാണ് അവരുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ബാക്കിപത്രമാണ്. അപ്പോൾ അവർക്ക് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ പറ്റാത്ത ഒരു ബാല്യവും യൗവനമാണ് അവർ കടന്നു പോകുന്നത്. അതിൻ്റെ ട്രോമ ഒരു വലിയ പങ്ക് ഈ സിനിമയിൽ ഭംഗിയെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ പലപ്പോഴും കേൾക്കാതെ പോകുന്ന ഒരുപാട് ശബ്ദങ്ങളാണ് വന്ധ്യവയോധികരുടേത്. അങ്ങനെ ഒരു പ്രായമുള്ള ഒരാളുടെ ജീവിതം എങ്ങനെയാണെന്ന്, അങ്ങനെയുള്ള ആൾക്കാർ ഒന്നിച്ചു ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥാന്തരം എന്താണ് ലോകത്ത്, അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം എന്താണെന്നൊക്കെ ഭംഗിയായിട്ട് ചിത്രീകരിക്കാൻ ഈ ചിത്രത്തിന് സാധിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
അപ്പം അതൊരു തീർച്ചയായിട്ടും ഒരു നല്ല മെസ്സേജ് സമൂഹത്തിന് കൊടുക്കാൻ പറ്റുന്ന, നമ്മൾ ഈ ഒരുപാട് ശബ്ദിക്കുന്നവരുടെ സമൂഹത്തിലാണ് ജീവിക്കുന്നത്. സംസാരിക്കുന്നവർക്ക് മാത്രമേ വിലയുള്ളൂ. നിരാലംബരായിട്ട് നിശ്ചേഷ്ടരായിട്ട് എഴുന്നേറ്റടക്കാൻ പറ്റാതെ കഴിയുന്ന ആൾക്കാരുടെ ശബ്ദമാവാൻ ഈ സിനിമയ്ക്ക് സാധിക്കാൻ പറ്റിയാൽ അതാണ് ഈ സിനിമയുടെ വിജയം. അപ്പോൾ അതിനകത്ത് സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക വിഹ്വലത തോന്നും നമുക്ക് ആ സിനിമ കാണുന്ന സമയത്ത്. ആ വിഹ്വലതയ്ക്ക് ശബ്ദം കൊടുക്കാൻ പറ്റി എന്നുള്ളത്, എനിക്ക് പാട്ട് പാടുമ്പോൾ ഒരു പാട്ട് പാടി സിനിമാ പാട്ടുകാരനായി, സിനിമയിൽ പാടിയ ഒരു പോലീസുകാരനായി എന്നൊക്കെയുള്ളൊരു ചാരിതാർത്ഥ്യമാണ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ടീസർ കണ്ടു, അത് കഴിഞ്ഞ് ഇതിൻ്റെ സിനിമ മുഴുവൻ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പണ്ട് സിബു ഇവിടെ ഇതേ വേദിയിൽ നിന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ വലിയ ആളായി പോകുമ്പോൾ എന്നെ മറന്നുപോലെ എന്ന് പറഞ്ഞൊരു തമാശയുണ്ട്. അതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇതെൻ്റെ ശബ്ദം തന്നെയാണോ എന്ന് എനിക്ക് സംശയം തോന്നുന്ന രീതിയിൽ അത് ആ സിനിമയെ നല്ല രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ മുഴുവൻ ഭംഗിയായിട്ടാണ് സിബു ചെയ്തിരിക്കുന്നത്. നിങ്ങളെല്ലാവരും ആ സിനിമ കാണണം, തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ എളിയ സംരംഭകരെ വിജയിപ്പിക്കണം. ഇതുപോലെയുള്ള സന്ദേശങ്ങൾ ഇനിയും വരാനായിട്ട്. ഞാൻ കുറച്ച് മുമ്പ് പറയായിരുന്നു, നമ്മുടെ ഈ ട്രാൻസ്ജെൻഡർ എന്താണ് എന്നുള്ളത് നമുക്ക് യഥാർത്ഥത്തിൽ അറിയില്ല. നമ്മുടെ പല സിനിമകളിലും ട്രാൻസ്ജെൻഡേഴ്സിനെ ചിത്രീകരിക്കുന്നത് അവസാനിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു പുരുഷലിംഗത്തിലോ സ്ത്രീലിംഗത്തിലോ എത്തിയാൽ മാത്രമാണ് ജീവിതത്തിൻ്റെ പൂർണ്ണത വരുന്നതെന്ന് കരുതുന്ന, എന്താ പറയുക, പൊതുസമൂഹത്തിൻ്റെ പൊതുവിവക്ഷയുമായിട്ട് യോജിച്ചുകൊണ്ടാണ് ആ സിനിമകൾ അവസാനിക്കുന്നത്. ട്രാൻസ്ജെൻഡറിൻ്റെതായിട്ടുള്ള അസ്തിത്വം ഉണ്ടെന്നും അവർക്ക് അങ്ങനെ തന്നെ ജീവിക്കാനുള്ള അവകാശം ഉണ്ടെന്നും ഉദ്ഘോഷിക്കുന്ന ഒരു സിനിമ കൂടിയാണിത്. അവരുടെ അസ്തിത്വത്തിനെ മാറ്റിമറിക്കാതെ, അവരുടെ ലിംഗപരമായ ഐഡൻറ്റിറ്റി സമൂഹം നിഷ്കർഷിക്കുന്ന രീതിയിലാക്കാതെ തന്നെ അവർക്കൊരു അസ്തിത്വമുണ്ട്, അവരുടെ സ്വത്വം സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു സന്ദേശം കൂടെ ഈ സിനിമ തരുന്നുണ്ട്. അത്തരത്തിലൊക്കെ വളരെ നല്ലൊരു സന്ദേശം കൊടുക്കുന്നൊരു സിനിമയാണ്. ഒരുപാട് തമാശയൊന്നുണ്ടെന്ന് അവകാശപ്പെടാനില്ല, പക്ഷെ എന്നാലും നമുക്ക് നമ്മളെ തന്നെ നോക്കി ചിരിക്കാനുള്ള ഒരുപാട് അവസരം ഈ സിനിമ തരും. ഞാൻ സാർ നേരത്തെ പറഞ്ഞ കണക്ക് ഈ കമ്മ്യൂണിറ്റിയിലുള്ള ഒത്തിരി ആൾക്കാരെ വിളിച്ച് സംസാരിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, സാറിൻ്റെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളിലും സാർ നന്നായിട്ട് അതിനെക്കുറിച്ചിട്ട് പഠിച്ചിട്ട് അതൊരു പ്രധാന അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു അതിനുശേഷം അത്രയും ഒരു ശക്തമായിട്ടുള്ള, അങ്ങനെ പല സിനിമകളിലും ചെറിയ ചെറിയ ക്യാരക്ടേഴ്സുകളൊക്കെ ഉണ്ട്, പക്ഷേ അതിൽ നിന്നൊക്കെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രം ആഫിയ എന്ന് പറയുന്നൊരു ക്യാരക്ടർ അഞ്ജലിയുടെ കരിയറിലെ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് പെർഫോമൻസ് തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. അത്രയും മനോഹരമായിട്ട് അഞ്ജലി ഈ സിനിമയിൽ ആ കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ശ്രീസാറാണ് സാറേ, ഇപ്പം ഒരു ട്രാൻസ്ജെൻഡറിൻ്റെ കൂടെ ഒരു മൂവി വർക്ക് ചെയ്യുകയും അവരുമായിട്ട് നല്ലോണം ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ പോലീസ് സേനയിൽ നിന്നൊക്കെ ഒത്തിരി യാതനകൾ അനുഭവിച്ച കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറവാണെങ്കിലും പക്ഷേ അവരെയും ബഹുമാനിക്കണം, അവരുടെ ഒരു സ്വത്വത്തെ ബഹുമാനിക്കണം എന്ന് സാർ പറയുമ്പോൾ നേരത്തെ അങ്ങനെ തന്നെയായിരുന്നു ചിന്തിച്ചിരുന്നത്? 100%. ഞാൻ ആൻറ്റി ഹ്യൂമൻ ട്രാഫിക്കിംഗ് എൻ്റെ ചുമതലയിൽ ഞാൻ പോലീസിൽ ഒരു 10 വർഷത്തോളം ജോലി ചെയ്തതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രത്ത്. വളരെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത രസകരമായ നല്ല കലാകാരന്മാരാണ് എല്ലാവരും, അല്ലെങ്കിൽ കലാകാരികളാണ്. ഇപ്പം നമുക്കിപ്പം ഈ ലിംഗഭേദമില്ലാതെ സംസാരിക്കാൻ ഭാഷ പോലും കൈമോശം വന്നിട്ടൊരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഇവർക്ക് ഞാൻ വളരെ രസകരമായിട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് ഓർഗനൈസ് ചെയ്തപ്പം കുറേ നേരം ഞാൻ സ്റ്റേജിൽ നിന്ന് ഇവരുടെ പരിപാടി കണ്ടു, ഇവരെക്കുറിച്ച് സംസാരിച്ച് പ്രസംഗിച്ച ശേഷം ഞാൻ പറഞ്ഞു എനിക്കൊന്ന് ബാത്റൂം പോകണമെന്ന് പറഞ്ഞു, ടോയ്ലറ്റ് യൂസ് ചെയ്യണമെന്ന്. അപ്പം ഞാൻ ചെന്നപ്പോൾ കാണുന്ന ശരി ഇവരെല്ലാവരും 2 ടോയ്ലറ്റിലും ഉപയോഗിക്കുന്നുണ്ട്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെ ടോയ്ലറ്റ് അവർക്ക് ആ വ്യത്യാസമില്ലാത്തവർ, അവർക്ക് ലിംഗഭേദ, അവർ പെട്ടെന്ന് ഡാൻസിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് പോകണം എന്ന് പറഞ്ഞപ്പോൾ അവർ 2 ഇറങ്ങി തന്നു, സാർ ഇതിലൂടെ പോയി പോകണം. ഞാൻ പറഞ്ഞു സുഹൃത്തുക്കളെ, എനിക്ക് സ്ത്രീകളുടെ രീതിയിൽ പോയി കഴിഞ്ഞാൽ അത് വാർത്തയാവും, എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷെ ഞാൻ അപ്പോഴാണ് ഇവരുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു തുടങ്ങിയത്.
ഞാൻ അന്ന് അതിനെക്കുറിച്ച് ഒരുപാട് പഠിക്കുകയുണ്ടായി. പഠിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയും, നമ്മൾ ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത് നമ്മുടെ ധാരണ എന്താ വെച്ചാൽ മെയിൽ, ഫീമെയിൽ കഴിഞ്ഞാൽ പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞ ഒരു ജെൻഡറാണെന്നാണ്. അങ്ങനെയല്ല. ഒരുപാട് ഞാൻ മനസ്സിലാക്കിയത് 72 odd shades of transgenders. ഒരു ട്രാൻസ്ജെൻഡറുടെ ട്രോമ ആയിരിക്കില്ല അടുത്ത ട്രാൻസ്ജെൻഡറുടെ ട്രോമ. ഒരാളുടെ സമൂഹത്തിലേക്കുള്ള ബിലോങ്ങിങ്നെസ്സിനുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല വേറൊരാളുടെ. ദേ ഡോണ്ട് ബിലോങ് എന്നുള്ള ഫീലിംഗ് സമൂഹം നിരന്തരം അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ബോഡി എൻസൈംസിൻ്റെയും മെൻ്റലായിട്ടുള്ള മാനസികമായിട്ടുള്ള വ്യതിയാനങ്ങളുടെയും വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കി 72 തരം ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഓരോരുത്തരുടെയും പ്രോബ്ലംസ് യുണീക്കായിരിക്കും. അപ്പം ഞാൻ മുമ്പ് ഒരാളെ പരിചയപ്പെട്ടിരുന്നു. പിന്നെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മറ്റ് സംസ്ഥാനങ്ങളിലെ സമൂഹങ്ങൾ, ഇപ്പോൾ കേരളത്തിൽ താങ്കൾ പറഞ്ഞു ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ആക്സെപ്റ്റൻസ് കൂടുതലായിട്ടുണ്ടെന്ന്. ശരിയാണ്. പക്ഷെ ഇതിന് വളരെ മുമ്പ് വരെ, തൊട്ടടുത്ത കാലം വരെ തീർത്തും ആക്സെപ്റ്റൻസ് ഇല്ല. ഇപ്പോഴും ഉള്ളുകൊണ്ട് ആക്സെപ്റ്റൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും ഒരു പരിധി വരെ. അപ്പോൾ ഈ ഞാനൊരു വ്യക്തിയെ പരിചയപ്പെട്ടതെന്ന് വെച്ചാൽ കോയമ്പത്തൂരിലൊരു വ്യക്തി എന്നെ വിളിച്ചു. ഞാനിപ്പോൾ ഇന്ന് അഞ്ജലിയൊക്കെ ആയിട്ട് ഞാൻ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം ഒരു പ്രത്യേക പേരിൽ അറിയപ്പെടുന്ന ഇപ്പോൾ സ്ത്രീയായിട്ട് ജീവിക്കുകയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ജനിച്ചത് പുരുഷനായിട്ടാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിലെ ഒരു നഗരത്തിൽ അദ്ദേഹത്തിന് 4 സഹോദരങ്ങളുണ്ട്. 4 സഹോദരങ്ങളും ഈ വ്യക്തിയെ കാണുമ്പോൾ ഓടിച്ചിട്ട് അടിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുജിത്ത് എന്നുള്ള പേരിൽ ജനിച്ച ഈ വ്യക്തി ഇപ്പം ആ സുജിത്ത് ഇല്ല ലോകത്ത്. ഈ അച്ഛൻ എഴുതി വെച്ച വില്ല് പ്രൊബേറ്റ് ചെയ്യണമെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന് മുമ്പിൽ സുജിത്ത് വരണം. ഈ സുജിത്തിനെയാണ് ചോദിക്കുന്നത് അദ്ദേഹം. സുജിത്ത് എന്നുള്ള അസ്തിത്വം ഇല്ല ഇപ്പോൾ. ഈ പുതിയ അസ്തിത്വത്തിലുള്ള ഈ സ്ത്രീയെ ഈ വിൽപത്രത്തിൽ എഴുതി കാണുന്നില്ല. ഈ വില്ല് പ്രൊബേറ്റ് ചെയ്യാനോ ആ വിൽപത്ര പ്രകാരമുള്ള എന്തെങ്കിലും ഒരു സൗകര്യം അനുഭവിക്കാനോ ഈ 5 സഹോദരങ്ങൾക്ക് സാധിക്കുന്നില്ല. അപ്പം ഈ വ്യക്തിക്ക് നമ്മുടെ സമൂഹത്തിൽ ഒരു അസ്തിത്വം ഇല്ല. അസ്തിത്വം ഇല്ലാത്തൊരു വ്യക്തിക്ക് മാത്രമേ ഇതിൻ്റെ വിഷമം എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് ഈ അസ്തിത്വം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മളിപ്പോൾ പോലീസ് പിടിക്കുന്നു, നമ്മളോട് ചോദിക്കുന്നു നിങ്ങളുടെ ലൈസൻസ് എവിടെ, നമുക്കൊരു ലൈസൻസ് എടുത്ത് കൊടുക്കാനുണ്ട്. ആധാർ എവിടെ, ആധാർ കൊടുക്കാനുണ്ട്. ഇല്ലെങ്കിൽ ആധാറില്ല, ഞാൻ പോയി എടുക്കണം എന്ന് പറയാനുള്ള ഒരു ആർജവം നമുക്കുണ്ട്. ഇങ്ങനെ പറയാൻ പറ്റാത്ത ഒരു പറ്റം വ്യക്തികളുടെ ജീവിതം എങ്ങനെയാണെന്ന് ഞാൻ അടുത്തറിഞ്ഞിട്ട് തന്നെയുണ്ട്. ആ സാഹചര്യത്തിലാണ് എനിക്ക് അഞ്ജലി പരിചയപ്പെടാനും ഈ സിനിമയായിട്ട് വർക്ക് ചെയ്യാനൊക്കെ പറ്റിയത്. അപ്പോൾ അഞ്ജലി ഞാൻ കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്നതോറും ഐ എം ഗെറ്റിംഗ് ടു നോ ഹർ മോർ. അപ്പോൾ അത് ഞാനിപ്പം മനസ്സിലാക്കി വെച്ചതിനേക്കാളും കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇവരെക്കുറിച്ച് ഇനി അറിയാനുണ്ടാവും. അറിയുന്നതനുസരിച്ച് ഈ എംപത്തൈസ് ചെയ്യുന്ന രീതിയിൽ ആൾക്കാർ മാറേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അങ്ങനെ മാറുന്നതനുസരിച്ചിട്ട് പോലീസ് സേനയിൽ നിന്നല്ല, എല്ലായിടത്തും ഇപ്പം നിയമങ്ങളില്ല. പറഞ്ഞ വെച്ചാൽ ഇപ്പം നമ്മൾ ഒരു വിചിത്രമായൊരു ഉത്തരവ് പണ്ട് ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ ഈ എന്താ പറയുക ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് പണം അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവുണ്ടായിരുന്നു. രസം എന്ന് വെച്ചാൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് 5 വയസ്സ് വരെ ഇവർക്ക് ട്രോമയേ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല, അവർക്ക് ആ ഒരു പ്രശ്നമേ ഇല്ല. അവർ കുഞ്ഞുങ്ങളാണ്. അവർ ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് പ്യൂബർട്ടി. ഇതുപോലും അറിയാതെയാണ് പലപ്പോഴും പല ഉത്തരവുകളും കാര്യങ്ങളൊക്കെ മുമ്പുണ്ടായിട്ടുള്ളത്. ഇപ്പോൾ വലിയ മാറ്റം വരുന്നുണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ തീർച്ചയായിട്ടും പറയുന്നത് നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാർഗദർശകമായിട്ടുണ്ട് ഇക്കാര്യത്തിൽ. ഇവിടുന്ന് കർണാടകത്തിൽ പോയി താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരിക്കൽ ബാംഗ്ലൂർ നമ്മുടെ മുമ്പൊരു ഹൈക്കോടതി ജഡ്ജ് ഉണ്ടായിരുന്നു. മാഡം അവിടെ ഇവരുടെ ഒരു കൂട്ടായ്മ ഓർഗനൈസ് ചെയ്ത് ഞാൻ അവിടെ പോയി ഇവരെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് പേരെ അവിടെ കാണാം. ഇങ്ങനെയുള്ളവരെ ഒന്നിച്ച് ജീവിച്ചാൽ ഇവർ കുറ്റവാളികളാണ് എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് പലപ്പോഴും നമ്മൾ അവരെ കാണുന്നത്, അല്ലെങ്കിൽ അസാൻമാർഗികളാണ്. അത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പൊതുവിവക്ഷകൾക്ക് മാറ്റം വരേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട്. അപ്പം അത് എനിക്ക് മുമ്പേ ആ ധാരണയുള്ളത് തന്നെയാണ്. ഞാൻ അത്ര കുഴപ്പക്കാരനല്ല. പിന്നെ ഇങ്ങനെയൊരു സംരംഭത്തിൽ വർക്ക് ചെയ്യാൻ പറ്റിയപ്പോൾ
അത് എന്താ പറയുക, അതിന് ഉപോത്ബലകമായിട്ട് ഈ പഴയ ചിന്തയൊക്കെ വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ സത്യം. ഈ സിനിമയുടെ എക്സ്പീരിയൻസ് എന്ന് പറയാമോ? ഈ സിനിമ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് ആഫിയ എന്നാണ്. എന്നെപ്പോലെ തന്നെ ഒരു പാവക്കുട്ടിയാണ്. സോ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ഈ മൂവി. എസ്പെഷ്യലി എനിക്ക് ഈ ഒരു ക്യാരക്ടറിന് ഓപ്പർച്യൂണിറ്റി തന്ന ഞങ്ങളുടെ ഡയറക്ടറോട് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ താങ്ക്സ് പറയാണ്. അതേപോലെ ശ്രീജിത്ത് സാറൊക്കെ പാടിയ ഈ ഒരു മൂവിയിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് പ്രീതി, പ്രിനു, വിനീതേട്ടൻ, റിജു ചേട്ടൻ, റഹീമക്ക, ഞങ്ങളെ പപ്പ, ഞാൻ പപ്പ എന്നാണ് വിളിക്കാറ്. സോ ഷിബു ചേട്ടൻ, അതല്ലാതെ കുറേ പേര്, ഇവിടെ ഇരിക്കാത്ത ഒരുപാട് പേര് മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ചിട്ടുണ്ട്. സോ ഇത്രയും പേരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ആണ്. ക്യാരക്ടറിനെ കുറിച്ച് കൂടുതൽ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഇവിടെ പലരും മെൻഷൻ ചെയ്യുകയുണ്ടായി. എന്നിരുന്നാലും നിങ്ങൾ കണ്ടതിനെ വിലയിരുത്തുന്നതായിരിക്കും ഒന്നുകൂടെ ഉചിതം. ഈ റീസെന്റ് വന്നിട്ടുണ്ടെങ്കിൽ 3-4 പടങ്ങളെല്ലാം നല്ല സിനിമകളായിരുന്നു. അതായത് ജനങ്ങളെ തിയേറ്ററിലേക്ക് ആകർഷിക്കുന്ന ഒരു സിനിമകൾ തന്നെയായിരുന്നു. അപ്പം അത് ആ ഒരു അതായത് നന്നായിട്ട് ജനങ്ങളെ ആകർഷിക്കാനും അതുപോലെ ജനങ്ങളിലേക്ക് എത്തിച്ചേരാനും കഴിയുന്ന ഒരു ടീമും അതുപോലെ തന്നെ ഒരു എന്റർടൈൻമെന്റും ആണോ ഈ സിനിമ ഡയറക്ടറോടാണ്? ഇപ്പം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഞാൻ പ്രേമിലു മാത്രമേ കണ്ടുള്ളൂ, മറ്റു ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. വളരെയധികം സന്തോഷമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ തിരിച്ചു വരുന്നു എന്നുള്ളതിൽ തന്നെ വളരെയധികം ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിൻ്റെ അവസ്ഥയിലൊക്കെ നിന്ന് ഒത്തിരി ബുദ്ധിമുട്ടി ആൾക്കാർ പല സിനിമകളും കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഏകദേശം 200-ഓളം മുകളിൽ ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അത് എത്രയെണ്ണം വിജയിച്ചു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്ന കാര്യമാണ്. വിജയിച്ചതിനെയും കാട്ടി 10 മടങ്ങ് പരാജയ ചിത്രങ്ങളാണ്, നഷ്ടപ്പെട്ട ചിത്രങ്ങളാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ടോവിനോയുടെ അന്വേഷിക്കും കണ്ടെത്തും മുതൽ 4 ചിത്രങ്ങൾ ചേർത്തുകൊണ്ട് വളരെ ഒരു വിജയത്തിലേക്ക് ആ ചിത്രങ്ങൾ പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആ ഒരു വിശ്വാസത്തിലാണ്. കാരണം വെച്ചാൽ ഈ വന്ന 4 ചിത്രങ്ങളുടെ പല വ്യത്യസ്ത ചിത്രങ്ങളായിരിക്കാം, അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ചിത്രം. കാരണം വെച്ച് കഴിഞ്ഞാൽ യാതൊരു രീതിയിലും അതുമായിട്ട് അങ്ങനെയുള്ളൊരു സബ്ജക്റ്റോ അങ്ങനെയുള്ളൊരു കണ്ടൻറ്റോ ഒന്നുമല്ല. ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂത്തിന് ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മേക്കിംഗ് ആയിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അഭിനയിച്ചിരിക്കുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ മേഖലകളിൽ ഒരിക്കലും ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയല്ല. ഒരു ഫാമിലി ചിത്രമാണ്, ഒരു ഫാമിലി പടമാണ്, ഒരു ഇമോഷണൽ ഡ്രാമയാണ്. കുറച്ച് സമയം നമ്മുടെ മനസ്സിലെ എവിടെയൊക്കെയോ നമുക്ക് ഒന്ന് സ്പർശിക്കുന്ന ഒരു ചിത്രമായിരിക്കും. അത് ആ ഒരു പ്രതീക്ഷയിലാണ് മാർച്ച് 1 ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അനുവാദം തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മാർച്ച് 1 ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് പ്രേക്ഷകരുണ്ട് അഞ്ജലിയുടെ ബാക്ക് ടു സിനിമകൾ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർ. അപ്പം ഇടയ്ക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടായിരിക്കും? നല്ല കഥാപാത്രത്തിന് വെയിറ്റ് ചെയ്യുന്നതാണ്, അത് മനഃപൂർവ്വം അങ്ങനെ ഒരു ബ്രേക്ക് എടുക്കുന്നതാണ്? എനിക്ക് തോന്നുന്നു ഞാൻ പേരൻപിന് ശേഷമാണ് 14-ാം അധ്യായം, സുവർണ പുരുഷൻ, സൂചിയും നൂലും, കാതൽ കഥ 4 മൂവി ചെയ്തിരുന്നു. സോ OTT-ലും അല്ലാതെയൊക്കെ റിലീസായിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ശരത്തും ഞാനും ചെയ്തതായിരുന്നു ബർണാഡ്. ഇപ്പോൾ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇയാളിപ്പോൾ പറഞ്ഞ പോലെ അമ്മൊക്കെ കണ്ടവർ വിരളമാണ്. ബിക്കോസ് അത് തെലുങ്ക് മൂവി ആയിരുന്നു. പിന്നെ ഇപ്പോൾ സുയൽ ദ വെട്രിക്സ് എന്ന് പറഞ്ഞതിൻ്റെ സെക്കൻഡ് സീസണിൽ ഞാനൊരു ലീഡ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. പിന്നെ TS സുരേഷ് ബാബു സാറിൻ്റെ DNA എന്ന് പറഞ്ഞ മൂവി ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. സോ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ എന്താ പറയുക, അതർ ലാംഗ്വേജസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടായിരിക്കും കേരളത്തിൽ അറിയാതെ പോയെന്ന് തോന്നുന്നു. സോ ഇപ്പോഴാണ് കുറച്ചും കൂടെ മലയാളം ചെയ്യണം എന്നുള്ളത് തോന്നിയത്. പിന്നെ ക്യാരക്ടർ സെലക്ഷൻ ഞാൻ നോക്കുന്നുണ്ട്. സത്യത്തിൽ ടിപ്പിക്കലായിട്ട് ഒരേപോലെയുള്ള ക്യാരക്ടേഴ്സ് വേണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ഇങ്ങനെ ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു എനിക്ക്. എനിക്ക് കൺവേ ആയില്ല ക്വസ്റ്റ്യൻ.
എനിക്ക് തോന്നുന്നു താരതമ്യേന മലയാളത്തിൽ ഒരു ഇപ്പോൾ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഇപ്പോൾ തമിഴിലാണെങ്കിൽ കുറച്ചും കൂടെ അക്സെപ്റ്റൻസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്ത വീട്ടിലൊരാളായിട്ടോ അല്ലെങ്കിൽ ഒരു ടീച്ചറായിട്ടോ ഇല്ലെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരു കോ വർക്കറായിട്ടോ ഒക്കെ ഒരു ട്രാൻസ് പേഴ്സണെ ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ പല ലാംഗ്വേജിലും. മലയാളത്തിൽ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറവുണ്ട് എന്ന്. സോ എനിക്ക് തോന്നുന്നു ഇല്ലെങ്കിൽ ഇപ്പോൾ നോർമലി ഉള്ള മെൻസ് വരെ സിസ്റ്റൻ്റെ പല ട്രാൻസ് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റൻ്റെ ക്യാരക്ടർ ചെയ്യാൻ ഏബിൾ ആയിട്ടുള്ള പേഴ്സൺസിന് അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത് കുറച്ചും കൂടെ അവസരങ്ങൾ ഉണ്ടാക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബട്ട് പലരും അതിനെക്കുറിച്ച് കാലംകുശമായി ചിന്തിക്കാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ളൊരു അവസരത്തിൻ്റെ ആ ഒരു ദൗർബല്യം വരുന്നത്. അഞ്ജലി, ബിഗ് ബോസ് പോലുള്ള വലിയ ഷോകളിൽ പങ്കെടുത്ത വ്യക്തിയാണ് താങ്കൾ. അപ്പം ബിഗ് ബോസിന്റെ സീസൺ 6 വരാൻ പോകുന്നു. അതിന് മുൻപായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇപ്പം വിവാദമായിട്ട് വരുന്നുണ്ട്. ബിഗ് ബോസിന് മുന്നേ മത്സരാർത്ഥികൾ പരസ്പരം അറിയുകയും മീറ്റിംഗ് കൂടുന്നു, സ്ക്രിപ്റ്റ് ഉണ്ടാക്കുന്നു, ഗെയിം പ്ലാൻ ഉണ്ടാക്കുന്നു എന്നൊക്കെ. ഈ ഒരു കാര്യത്തോട് അഞ്ജലിയുടെ പ്രതികരണം എന്താ? ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ ആദ്യത്തെ സീസണിൽ എനിക്ക് തോന്നുന്നു 2017-2018 സമയത്താണ് പോകുന്നത്. സോ എനിക്ക് ആ സമയത്തൊന്നും ബിഗ് ബോസിനെ കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഇപ്പോഴത്തെ പോലെ പ്രഡിക്ഷൻ ലിസ്റ്റോ അങ്ങനെയൊന്നും വരുന്നുമില്ലായിരുന്നു. ഓരോ ചാനൽസിലോ ഓൺലൈൻസിലോ ഒന്നും അങ്ങനെയുള്ള പ്രഡിക്ഷൻ ലിസ്റ്റ് വരുന്നില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒന്നും കൂടെ എന്താ പറയുക, ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുള്ള മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് കുറെ കൂടി ഉണ്ട്. സോ സ്ക്രിപ്റ്റ് എന്തായാലും പ്ലാൻ ചെയ്യാൻ പറ്റില്ല. നമ്മൾ എങ്ങനെയാണോ അതേപോലെ ബിഹേവ് ചെയ്യാനേ പറ്റൂ അവിടെ. പിന്നെ എനിക്ക് അവിടെ ഫീൽ ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, അവർ ഇപ്പോൾ ഒരു പേഴ്സണിന് ഒരു 5-6 പേര് പുറമെ നിന്ന് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് വെച്ചിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഗെയിം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലപ്പോൾ നമ്മൾ മൈൻഡിൽ ചിന്തിച്ചിരിക്കുന്ന കാര്യം വരെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടീം പുറത്തുണ്ട്. സോ അങ്ങനെ വരുന്ന ഗെയിംസിലൂടെയാണ് പല ക്ലാഷസും വരുന്നത്. അതുകൊണ്ട് പുറമെ നിന്ന് കാണുന്നവർക്ക് അത് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് തോന്നുന്നതാണ്. പക്ഷെ അവര് റിയൽ ലൈഫ് തന്നെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അഞ്ജലിക്കൊരു സംശയം, എന്റെ ശബ്ദം തന്നെയാണോ? വാരിച്ചുറ്റിയ തണുപ്പിനുള്ളിൽ കാലം തെറ്റിയ വിറയലുകൾ, പഴകിപ്പിന്നിയ തുണിയുടെ പൊതിയിൽ ഓർമ്മച്ചിതലിൻ ഭാണ്ഡങ്ങൾ, ഓർമ്മച്ചിതലിൻ ഭാണ്ഡങ്ങൾ. അഴിഞ്ഞു വീണതുമലസമൊഴിഞ്ഞതുമകന്നു പോകാൻ പതുങ്ങി നിന്നതുമകന്നു പോയതുമടർന്നു മണ്ണി അമർന്നു പോയതുമുയിരാകുമ്പോൾ അനാഥമായിട്ടിഴഞ്ഞു നീങ്ങിയ കിനാക്കളാണി ഒഴിഞ്ഞ പൂക്കൾ, കിനാക്കളാണി കൊഴിഞ്ഞ പൂക്കൾ. ഈ പറയില്ലല്ലോ, എന്റെ വർത്താനം പറയാൻ ശബ്ദം കേട്ട് പാടുന്ന ഈ ശബ്ദമല്ല, ചുമ്മാ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട് പറഞ്ഞാട്ടോ, വേറൊന്നുമല്ല.